ബത്തേരി കിച്ചണിൻ്റെ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ ഒരു ചെറിയ വീഡിയോ ആട്ടോ. ഇപ്പോൾ കൊയ്ത്തൊക്കെ ഏകദേശം കഴിഞ്ഞു. സന്ധ്യ ആവുമ്പം ഇങ്ങനെ കർഷകർ വരിയായിട്ട് പോകുന്നതാണ് കേട്ടോ കറ്റയും കൊണ്ട്. പിന്നെ ആനശല്യമാണിപ്പോൾ. വൈകുന്നേരം ആകുമ്പോൾ മുതലേ ആനയാട്ടോ ഇവിടെ. വട്ടയപ്പം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഉണക്കലരി 4 മണിക്കൂർ കുതിർത്ത് കഴുകി വൃത്തിയാക്കി മിക്സിയിൽ ഇട്ട് വെച്ചേക്കുന്നതാണ്. പച്ചരി ആണെങ്കിൽ നല്ല തൂവെള്ള കളർ ഉണ്ടാവും കേട്ടോ. ഇതിപ്പോൾ ഉണക്കലരി ആയതുകൊണ്ട് കളറിൽ ചെറിയ വ്യത്യാസം ഉണ്ടാവും. നല്ല ടേസ്റ്റും നല്ല സോഫ്റ്റും ആയിട്ടുള്ളൊരു അപ്പം കേട്ടോ ഇത്. ഇനി ഇതിലേക്ക് ഈ ചെറിയുള്ളി, പിന്നെ വെളുത്തുള്ളി, ജീരകം ഇത് ചേർക്കാതെയും വട്ടയപ്പം ഉണ്ടാക്കാം കേട്ടോ. ഇത് പിന്നെ ഞാൻ അധികം രുചി വരുന്ന രീതിയിലല്ല, ലൈറ്റായിട്ടുള്ള ഫ്ലേവർ വരുന്ന രീതിയിലാണ് ഇപ്പോൾ ചെറിയുള്ളിയും വെളുത്തുള്ളിയും പിന്നെ ജീരകം എടുത്തേക്കുന്നത്. ഇഷ്ടമല്ലെങ്കിൽ ചേർക്കണ്ട കേട്ടോ, ചേർക്കാതെ ഉണ്ടാക്കാം. പിന്നെ ഏലക്ക എടുത്തിട്ടുണ്ട്, പഞ്ചസാര, നമ്മുടെ ഓരോരുത്തരുടെയും മധുരത്തിനനുസരിച്ച് എടുക്കാം കേട്ടോ. പഞ്ചസാരയും പിന്നെ തേങ്ങയുടെ കറുത്ത ഭാഗം വീഴാതെ ചിരണ്ടി എടുക്കണം. അന്നേരം നല്ല വെള്ള കളറ് കിട്ടുവേ. ഞാൻ കുറഞ്ഞ അളവിലാട്ടോ വട്ടയപ്പം ഉണ്ടാക്കുന്നത്, വൈകുന്നേരത്തെ ചായക്ക് കടിയായിട്ട്. അപ്പം നമ്മൾ ക്രിസ്മസിനൊക്കെ ഉണ്ടാക്കുമ്പോൾ കുറച്ച് കൂടുതൽ ഉണ്ടാക്കുമല്ലോ. അപ്പോൾ 2 കപ്പ് പച്ചരിക്ക് പിന്നെ 1/4 കപ്പ് അവലും 1/4 കപ്പ് ചൗവരി ആട്ടോ വേണ്ടത്. വെള്ള അവലെടുക്കണം. ഇതൊക്കെ അപ്പത്തിന് നല്ല വെള്ള കളർ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ വെള്ള അവൽ എടുക്കണമെന്ന് പറഞ്ഞത്. അവൽ 5 മിനിറ്റ് മാത്രം ഒന്ന് കുതിർത്ത് വെച്ചതാട്ടോ, അതാണ് അരിയിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. പിന്നെ വേണ്ടത് 1/4 കപ്പ് ചൗവരി ആട്ടോ. ചൗവരി 2 മണിക്കൂർ കുതിർത്ത് വെച്ചതാണ്. ഇതും കൂടെ കഴുകി വൃത്തിയാക്കിയിട്ട് ഇതിലേക്ക് ചേർക്കണം. ചൗവരിയും അവലും കൂടെ ഈ അരിയിലേക്ക് ഇട്ട് കൊടുക്കുവാണേ. ഇനി ഞാൻ തേങ്ങയാട്ടോ ഇട്ട് കൊടുക്കുന്നത്. ബാക്കി സാധനങ്ങൾ ഇപ്പോൾ ചേർക്കണ്ട. തേങ്ങയും കൂടെ ഇട്ടിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് അരച്ചെടുക്കണം. ഇനി അരച്ച മാവിൽ നിന്ന് 1 തവി മാവ് എടുത്തിട്ട് 1 ഗ്ലാസ് വെള്ളവും കൂടി ഒഴിച്ച് ഒന്ന് കപ്പി കാച്ചിയെടുക്കാൻ വേണ്ടി പോവുകയാണേ. ഞാനിതിൽ ചോറ് ചേർക്കുന്നില്ല. ചോറ് ചേർക്കുന്നതിന് പകരമായിട്ടാണ് ചൗവരിയും അവലും ചേർത്തേക്കുന്നത്. ചോറ് ചേർത്ത് അരയ്ക്കുന്നതെങ്കിൽ ചൗവരിയും അവലും വേണ്ട, പിന്നെ കപ്പി കാച്ചുകയും വേണ്ട കേട്ടോ ചോറ് ചേർത്ത് അരയ്ക്കുന്നതെങ്കിൽ. ചോറരച്ച് വട്ടയപ്പം ഉണ്ടാക്കുന്നതിനേക്കാളും സോഫ്റ്റും നല്ല കളറും ആട്ടോ ഇങ്ങനെ ചൗവരിയും അവലും ഒക്കെ ചേർത്തിട്ട് ഉണ്ടാക്കുമ്പം. പിന്നെ ചൗവരി നന്നായിട്ട് 2-3 മണിക്കൂർ കുതിർത്തതിന് ശേഷമേ അരയ്ക്കാവുള്ളൂ കേട്ടോ, അല്ലെങ്കിൽ ശരിക്കും അരഞ്ഞ് കിട്ടത്തില്ല. ഞാനിപ്പോൾ ഉണ്ടാക്കുന്നത് കുറഞ്ഞ അളവിലാണ്. ഞാൻ പറയുന്ന അളവ് 2 കപ്പ് പച്ചരിക്ക് ഉള്ള അളവാണ് കേട്ടോ പറയുന്നത്. അരച്ച മാവിൽ നിന്ന് 1 തവി മാവ് 1 ഗ്ലാസ് വെള്ളമൊക്കെ ഒഴിച്ചിട്ട് കട്ടയില്ലാതെ ചെറിയ തീയിൽ വെച്ചിട്ട് നന്നായിട്ട് കപ്പി കാച്ചി എടുത്തിട്ട് അത് നന്നായിട്ട് തണുത്തതിന് ശേഷമാണ് നേരത്തെ അരച്ച അരിയിലേക്ക് ചേർത്ത് മിക്സാക്കിയിട്ട് ഒന്നുകൂടെ അരച്ചെടുക്കുന്നത്. 2 കപ്പ് പച്ചരിക്ക് 3/4 കപ്പോ അല്ലെങ്കിൽ 1 കപ്പ് വരെ തേങ്ങ നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇനിയിപ്പോൾ ഇതിലേക്ക് ഒന്നിച്ചിട്ട് അരയ്ക്കാൻ പറ്റില്ലാത്തതുകൊണ്ട് ഞാൻ അരച്ചത് കുറച്ച് മാറ്റി വെച്ചു. എന്നിട്ട് ഈ ബാക്കി അരിയിലേക്കും നേരത്തെ എടുത്തു വെച്ച ജീരകവും ഏലക്കായും പിന്നെ ചെറിയുള്ളിയും വെളുത്തുള്ളിയും തേങ്ങായും എല്ലാം കൂടെ ചേർത്തിട്ട് അരച്ചെടുക്കുവാണ്. പിന്നെ അധികം വെള്ളമായി പോകാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. ഈസ്റ്റും കൂടെ ചേർക്കുന്നുണ്ട് കേട്ടോ. ഇതിപ്പം 1 നുള്ള് ഈസ്റ്റേ ചേർത്തിട്ടുള്ളൂ. 2 കപ്പ് പച്ചരിക്ക് 1/2 ടീസ്പൂൺ ഈസ്റ്റ് മതി കേട്ടോ. ഇനി കുറച്ച് ഉപ്പും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് കലക്കി വെക്കുവാണ്. ഇനി ഇത് പൊങ്ങിക്കഴിഞ്ഞിട്ട് നമുക്ക് ഇതുപോലെ കലക്കാൻ പറ്റത്തില്ല കേട്ടോ. പിന്നെ ചെറുതായിട്ടൊന്ന് ഇളക്കി കൊടുക്കാനേ പറ്റത്തുള്ളൂ. ഒരുപാട് കുത്തി ഇളക്കി അതിൻ്റെ പതയൊന്നും കളയാതെ വേണം ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട്. ഏലക്കാട് തൊണ്ട് കളഞ്ഞിട്ട് കുരു മാത്രമേ അരയ്ക്കുന്നതിനകത്ത് ചേർക്കാവുള്ളൂ കേട്ടോ, തൊണ്ട് ഇടരുത്. 3 മണിക്കൂർ കൊണ്ടൊക്കെ തന്നെ മാവ് പൊങ്ങി വരും. തണുപ്പ് കൂടുതലുള്ള സ്ഥലത്താണെങ്കിൽ കുറച്ചുകൂടെ സമയം വേണം പൊങ്ങി വരാൻ വേണ്ടിയിട്ട്. നെയ്യിൽ കുറച്ച് അണ്ടിപ്പരിപ്പും മുന്തിരിയും വറുത്തെടുക്കുന്നുണ്ട്. ഇതൊന്നും നിർബന്ധമൊന്നുമില്ല. ഞാനിപ്പം 2 തട്ടിൽ വട്ടയപ്പം ഉണ്ടാക്കിയായിരുന്നു. 1 തട്ടിൽ മാത്രമേ ഇങ്ങനെ അണ്ടിപ്പരിപ്പും മുന്തിരിയും വെച്ചുള്ളൂ കേട്ടോ. മറ്റേ തട്ടിൽ ഒന്നും വെക്കാതെ തന്നെയാണ് ഉണ്ടാക്കിയത്. അപ്പം ഒരു 5 മിനിറ്റ് വട്ടയപ്പം ആവി കയറിയതിന് ശേഷമാണ് ഈ അണ്ടിപ്പരിപ്പും മുന്തിരിയൊക്കെ വെച്ച് കൊടുത്തത്. ഇങ്ങനെ വട്ടയപ്പം ഉണ്ടാക്കുമ്പോൾ മധുരം കുറച്ചിട്ട് നമുക്ക് കറി കൂട്ടി കഴിക്കുന്ന രീതിയിലും ഉണ്ടാക്കാം കേട്ടോ. അപ്പോൾ ഞാൻ കുറച്ച് എല്ലുകറി വെക്കുന്നുണ്ട്. ഇത് വട്ടയപ്പത്തിൻ്റെ കൂടെ കഴിക്കാൻ വേണ്ടിയിട്ടല്ല, അല്ലാതെ കപ്പ മേടിച്ചിട്ടുണ്ട് അതിൻ്റെ കൂടെ കഴിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ കുക്കറിൽ എളുപ്പം വെക്കുന്ന രീതിയിലാണ് കറി വെക്കുന്നത്. ഞാൻ എല്ലും ഇറച്ചിയൊക്കെ കഴുകി വെച്ചിട്ടുണ്ട്. എല്ലുകറി വെക്കാൻ വേണ്ടിയിട്ട് ഞാൻ സവാളയും ഇഞ്ചിയും വെളുത്തുള്ളിയും പിന്നെ 2 കർണം പൊട്ടിമുളകില്ലേ അതും പിന്നെ സർവ്വസുഗന്ധിയുടെ ഇലയും കറിവേപ്പില എല്ലാം കൂടെ ഒന്ന് വഴറ്റിയെടുത്തിട്ടുണ്ട് ഉപ്പൊക്കെ ഇട്ടിട്ട്. ഇനിയിപ്പോൾ മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾ പൊടി, പെരിഞ്ജീരകം പൊടിച്ചത് എല്ലാം കൂടെ ചേർത്തൊന്ന് മൂപ്പിക്കുവാണേ. കുരുമുളക് പൊടി ഇട്ടിട്ടുണ്ട്.
പൊടി മൂത്ത് കഴിഞ്ഞിട്ട് ഒരു ചെറിയ തക്കാളിയും കൂടെ അരിഞ്ഞിടണം. അമ്മച്ചി വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാൻ വീഡിയോ ഒന്നും എടുത്തില്ല. എല്ലുകറിയൊക്കെ അടുപ്പിൽ വെച്ചു. കുഞ്ഞിപ്പെണ്ണിന് ഇപ്പോൾ പനി കുറവുണ്ട് കേട്ടോ. മരുന്നൊക്കെ കൊടുത്ത് കഴിഞ്ഞപ്പോൾ പനിയൊക്കെ കുറഞ്ഞു. അമ്മച്ചി വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾ ചായയൊക്കെ കുടിച്ച് കഴിഞ്ഞിട്ടാണ് കേട്ടോ ഞാൻ വീഡിയോ എടുക്കുന്നത്. അപ്പോൾ ഞാൻ അണ്ടിപ്പരിപ്പും മുന്തിരിയൊക്കെ വെച്ച് ഉണ്ടാക്കിയ വട്ടയപ്പം എനിക്ക് വീഡിയോ എടുക്കാനൊന്നും കിട്ടിയില്ല. അപ്പം നല്ല ടേസ്റ്റും നല്ല സോഫ്റ്റും ഒക്കെ ഉള്ള വട്ടയപ്പം കേട്ടോ. ചെറിയ കളറിൽ വ്യത്യാസമുള്ളത് ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ഉണക്കലരി കൊണ്ട് അരച്ചത് കൊണ്ടാണ്. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറന്നു പോകരുതേ. നാളെ പുതിയൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം.